അലൈക്കും. ഇന്ന് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ഗ്രില്ലുമായിട്ടാണ്. നിങ്ങൾക്കിത് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും. അതിനാവശ്യമുള്ള സാധനങ്ങൾ: 1 കിലോ ചിക്കൻ നന്നായി കഴുകി സ്കിന്നോട് കൂടി എടുത്തിട്ടുള്ള ചിക്കനാണ്. അത് രണ്ടായി കട്ട് ചെയ്തതാണിത്. ഉണക്കമുളക് ഒരു 8 പീസ്, ചെറിയ ജീരകം 2 ടേബിൾ സ്പൂൺ, ഏലക്ക ഒരു 6 പീസ്, ഗ്രാമ്പൂ 3-4 പീസ്, മല്ലിപ്പൊടി 2 ടേബിൾ സ്പൂൺ, ഒലീവ് ഓയിൽ 2 ടേബിൾ സ്പൂൺ, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 2 ടേബിൾ സ്പൂൺ. പിന്നെ വേണ്ടത് ഒരു തക്കാളി, പകുതി സവാള, ഒരു 4 അല്ലി വെളുത്തുള്ളി, കൈ നിറച്ച് മല്ലിയില, ഉപ്പ്, 2 ടേബിൾ സ്പൂൺ വിനെഗർ ഓർ ലെമൺ, അടുത്തത് 2 ടേബിൾ സ്പൂൺ തൈരും. ചിക്കൻ നമുക്ക് നന്നായി ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. എന്നാൽ മാത്രമേ മസാല അതിൽ നല്ലോണം പിടിക്കുകയുള്ളൂ. 2 പീസ് ചിക്കനും അതുപോലെ തന്നെ ചെയ്തെടുക്കാം. അടുത്തത് നമുക്ക് ഇതുപോലെ ഒരു കവർ എടുത്തിട്ട് അതിൻ്റെ അകത്ത് ചിക്കൻ വെച്ച് നല്ലോണം കുത്തിയെടുക്കാം. അത് നല്ലോണം പരന്നിട്ട് വരണം. നല്ല മസാല അതിൻ്റെ അകത്ത് നല്ലോണം പിടിക്കുകയുള്ളൂ. 2 പീസ് ചിക്കൻ അതുപോലെ തന്നെ ചെയ്തെടുക്കാം. അടുത്തത് ഒരു പാൻ വെച്ച് അതിൽ ഉണക്കമുളക്, ചെറിയ ജീരകം, ഏലക്ക, ഗ്രാമ്പൂ, മല്ലിപ്പൊടി ഇതെല്ലാം ഒന്നിട്ട് പച്ചമണം മാറുന്നത് വരെ നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇത് 2 മാരിനേഷൻ ഉണ്ട് ഈ ചിക്കനിൽ. ഇത് ഫസ്റ്റ് മാരിനേഷനാണ് ചെയ്യുന്നത്. ഇത് നല്ലോണം റോസ്റ്റ് ചെയ്ത് വന്നാൽ നമുക്കിത് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. ഇത് ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ടുള്ള മസാലയാണിത്. നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അതിൽ 2 ടേബിൾ സ്പൂൺ തൈര്, ലെമൺ ജ്യൂസ്, ആവശ്യത്തിന് ഉപ്പ്, ഇതെല്ലാം ഇട്ട് നമുക്ക് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. നല്ലോണം മിക്സായി വരണം ഇത്. അടുത്തത് നമുക്ക് ചിക്കനിലേക്ക് ഇത് പുരട്ടി വെക്കാം. ഇത് ചിക്കനിൽ പുരട്ടിയിട്ട് ഒരു 10 മിനിറ്റ് വെച്ചതിന് ശേഷം നമുക്ക് അടുത്ത മസാല ഇതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്യാം. നല്ലോണം എല്ലാ സൈഡിലും നല്ലോണം തേച്ച് പിടിപ്പിക്കുക. അടുത്ത പീസ് ചിക്കൻ അതുപോലെ തന്നെ നമുക്ക് ചെയ്തെടുക്കാം. മസാല നല്ലോണം ഉള്ളിലേക്ക് പിടിക്കാൻ നമ്മൾ നല്ലോണം അതിൻ്റെ അകത്ത് ഉള്ളിലെല്ലാം നല്ലോണം തേച്ച് പിടിപ്പിക്കണം. അടുത്ത ഇൻഗ്രീഡിയൻസ് സെക്കൻഡ് മാരിനേഷന് 2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 2 ടേബിൾ സ്പൂൺ ഒലീവ് ഓയിൽ. നിങ്ങളുടെ കയ്യിൽ ഒലീവ് ഓയിൽ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിലും യൂസ് ചെയ്യാം. തക്കാളി
ഒരു പീസ് സവാള, കൈ നിറച്ച് മല്ലിയില, നാല് പീസ് വെളുത്തുള്ളി. ഇതെല്ലാം കൂടി നമുക്ക് നല്ലോണം ഗ്രൈൻഡ് ചെയ്തെടുക്കാം. ഗ്രൈൻഡ് ചെയ്ത മസാല റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ചിക്കനിലേക്ക് പുരട്ടി വെക്കാം. ഈ മസാലയും നമുക്ക് നല്ലോണം ചിക്കനിൽ നല്ലോണം പുരട്ടി വെക്കണം. എന്നാൽ മാത്രമേ നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ. എല്ലാ സൈഡിലും ഇതുപോലെ തന്നെ നല്ലോണം കുറച്ച് സമയം നല്ലോണം തേച്ച് പിടിപ്പിക്കാം. ഇത് ഞാനിവിടെ ചെയ്യുന്നത് ഓവനിലാണ്. ഇങ്ങനെ ഒരു ഗ്രിൽ പാൻ എടുത്ത് വെച്ചിട്ട് അതിൻ്റെ അകത്തേക്ക് നമുക്ക് ചിക്കൻ മാറ്റാം. 30 മിനിറ്റ് ടു 45 മിനിറ്റ്സ് വരെ ഇത് വെക്കാം. ഇടയ്ക്കൊന്ന് എടുത്തിട്ട് ചിക്കനിൽ കുറച്ച് ബട്ടറോ അല്ലെങ്കിൽ ഓയിലോ തേച്ച് കൊടുത്താൽ ചിക്കൻ ഡ്രൈ ആയി പോകില്ല. നമ്മുടെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കനാണ്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ആ ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്താൽ എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.